കുന്നംകുളം ബസ് അപകടത്തിൽ ഒരു മരണം. കാർ യാത്രക്കാരിയായ റിയ ഫാത്തിമയാണ് മരിച്ചത്. 20-ലധികം പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട ബസ് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. നട്ടരാജ് പരശുറാം വിശദാംശങ്ങളുമായി. നട്ടരാജ്, നേരത്തെ തന്നെ പരിക്കേറ്റ ചിലരുടെ നില ഗുരുതരമാണെന്ന് നട്ടരാജ് പറഞ്ഞിരുന്നു. ഇപ്പോൾ കാർ യാത്രക്കാരിയാണ് മരിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. സൈഫുദ്ദീൻ, ഉച്ചയ്ക്ക് 2:15 കൂടിയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത് എന്ന് പറയാം. കുന്നംകുളം പട്ടാമ്പി റോഡിൽ വെച്ചാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ബസ് മുന്നിലുണ്ടായിരുന്ന വാഹനങ്ങൾ ഇടിക്കുകയായിരുന്നു. മുന്നിലുണ്ടായിരുന്ന കാറ്, അതുപോലെ തന്നെ ഇരുചക്ര വാഹനത്തിലും മറ്റൊരു ലോറിയിലും ഇടിച്ചുകൊണ്ടാണ് ഈ വാഹനം മുന്നോട്ട് പോയത്. തുടർന്നും മുന്നോട്ട് പോയ ബസ് പ്രദേശത്തെ ഒരു വീട്ടിൽ മതിലിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. നാടിനെ തന്നെ നടുക്കുന്ന ഒരു അപകടമാണ് ഉണ്ടായതെന്ന് പറയാം. കൂടുതൽ ആളുകളുടെ ദേഹത്തേക്ക് ബസ് ഇടിച്ച് കയറാതിരുന്നത് ഭാഗ്യമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോഴും ബസ്സിനകത്തും ഈ വാഹനങ്ങളിലും ഉണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റു. 25ഓളം പേർ കുന്നംകുളത്തെ മലങ്കര ആശുപത്രിയിലും സമീപത്തെ ആശുപത്രിയിലും ഇപ്പോൾ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപകടത്തിൽ 3ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിലൊരാളായ റിയ ഫാത്തിമ എന്ന 18-കാരിയുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ബസ്സിന് മുന്നിൽ പോയിരുന്ന കാറിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. ഈ ബസ്സിന്റെ ആദ്യം ശക്തമായുള്ളൊരു ഇടി ഈ കാറിൽ ഉണ്ടായിരുന്നു. ആ അപകടത്തിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. 20ഓളം ആളുകൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കുന്നംകുളത്തെ പട്ടാമ്പി റോഡിലുള്ള പെട്രോൾ പമ്പിന് അടുത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് ഒരു വീട്ടിന്റെ മതിലിൽ ഇടിച്ച് കയറിക്കൊണ്ട് ഈ ബസ് അവിടെ നിൽക്കുകയായിരുന്നു. അത്തരത്തിൽ ബസ് നിന്നില്ലായിരുന്നെങ്കിൽ കുറെ കൂടി അധികം വാഹനങ്ങളിൽ ഇടിക്കുകയും വലിയൊരു അപകടം തന്നെ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. എന്തായാലും അതിദാരുണമായ സംഭവത്തിൽ ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം.